ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. RSSന്റെ കേരളത്തിലെ മാധ്യമ വക്താവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തരം താഴ്ന്നിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ ജനകീയ പ്രതിഷേധം കടുപ്പിക്കുമെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരോപണങ്ങളെയും ചർച്ചകളെയും സംബന്ധിച്ച് നിഷ്പക്ഷമായും ഉത്തരവാദിത്വ ബോധത്തോടെയും സമീപിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായല്ല സംഘ് പരിവാറിന്റെയും ആരോപണവിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മാധ്യമ വക്താവിന്റെ റോളിൽ ഇരുന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിച്ചത്. ആരോപണമുന്നയിച്ച PV അൻവറിനെതിരെ നടപടിയെടുത്തിട്ടാണെങ്കിലും MR അജിത് കുമാറിനെ പോലെയുള്ളവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഇത് CPMന്റെ നിലപാടാണോ എന്ന് CPMന്റെ മുതിർന്ന നേതാക്കൾ ആലോചിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി RSSന് വിധേയപ്പെടരുത്. എന്താണോ ഭയപ്പെടുന്നത് അത് തുറന്നു പറയണം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട കേസാണോ, ലാവ്ലിൻ കേസാണോ, ഇതിന്റെയൊക്കെ സെറ്റിൽമെന്റ് ഭാഗമായിട്ടാണോ കേരള പോലീസിനെ ഇങ്ങനെ ഈ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി നിർബന്ധിതമാകുന്നത് എന്ന് കൃത്യമായി മുന്നിൽ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണുന്നു. മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാനും മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുമുള്ള ശ്രമം നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ ശക്തികളാണ്. അതിന് കുടാപിടിക്കുന്ന രൂപത്തിൽ ഉള്ള വാക്കുകൾ പറഞ്ഞത് പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മാപ്പ് പറയാൻ കേരള മുഖ്യമന്ത്രി തയ്യാറാകുന്നത്. തൃശൂർ മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമാകുന്ന രീതിയിൽ പൂരത്തെ അട്ടിമറിച്ചു എന്ന ആരോപണത്തിൽ RSS ദേശീയ ജനറൽ സെക്രട്ടറിയുമായി രഹസ്യ ചർച്ച നടത്തിയ അജിത് കുമാർ അന്വേഷണം നടത്തിയാൽ എന്താണ് സംഭവിക്കുകയെന്ന് എല്ലാവർക്കും അറിയാം. VS സുനിൽകുമാർ അടക്കമുള്ള എല്ലാ CPI നേതാക്കളും പൂരം അട്ടിമറി വിഷയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇടതുമുന്നണിയിലെ രണ്ടാം ഘടകകക്ഷി RSS ആണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ PV അൻവർ കീഴടങ്ങിയാലും സംസ്ഥാനത്തെ ജനങ്ങൾ കീഴടങ്ങിയിട്ടില്ല എന്ന് പിണറായി വിജയൻ ഓർക്കണം. ആരോപണവിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം. തൃശൂർ പൂരം അട്ടിമറി ഉൾപ്പെടെ പോലീസിനെതിരെ ഉയർന്നുവന്ന വിവിധ ആരോപണങ്ങളിൽ സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാന വ്യാപകമായി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ വെൽഫെയർ പാർട്ടി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എന്താണ് ഭയം? ആരെയാണ് CPM ഭയപ്പെടുന്നത്? വളരെ ഗൗരവത്തിൽ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി പെട്ടെന്ന് നിലപാട് മാറ്റുന്നു. എന്താണ് കാരണം? ഇത് ഇങ്ങനെയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാർ ഇതിനെ കാണേണ്ടത്? അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് ഇടതുപക്ഷം തന്നെ ഉന്നയിച്ച ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. അതിന്റെ ഭാഗമായി ഈ ADGPയെ മാറ്റി നിർത്തണം. കേരള പോലീസിനെ RSSന്റെ ഒരു ഡീപ് സെല്ല് നിയന്ത്രിക്കുന്നതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള കൃത്യമായ വർക്ക് നടക്കണമെന്നാണ് നമുക്ക് പറയുന്നത്. അൻവർ MLA സെറ്റിൽമെന്റ് നടത്തിയാലും ഈ ഭീഷണിയുടെ മുമ്പിൽ അടുത്ത സീറ്റ് ഭയപ്പെട്ടുകൊണ്ടോ മറ്റോ എന്ന് നമുക്കറിയില്ല, ഭീഷണിയുടെ മുമ്പിൽ പിന്മാറിയാലും കേരള ജനത ഈ വിഷയത്തിൽ നിന്ന് പിന്മാറില്ല. കാരണം ഇത് കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടി പ്രക്ഷോഭങ്ങളുമായി നേരത്തെ രംഗത്തുണ്ട്. കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പൊതുസമ്മേളനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചത്. വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ, ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ, ആരിഫ് ചുണ്ടയിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.